നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായിട്ടുള്ള ഓവർ ഹെഡ്സ് ആണ്. എന്താണ് ഓവർ ഹെഡ്സ്? ഓവർ ഹെഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇസ് എ ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റുകളെയും മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഇത് ഓവർ ഹെഡ്സ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ടാവും, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ഉണ്ടാവും, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. എല്ലാ ഇൻഡയറക്റ്റ് കോസ്റ്റുകളെയും നമുക്ക് ടോട്ടലായിട്ട് വിളിക്കുന്ന പേരാണ് ഇത്. ടോട്ടലിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓവർ ഹെഡ്സ് എന്ന് പറയാം. വേറെ രീതിയിൽ ഓവർ ഹെഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? പ്രൈം കോസ്റ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാ കോസ്റ്റുകളെയും നമുക്ക് എന്ത് പേരിൽ വിളിക്കാം? ഓവർ ഹെഡ്സ് എന്ന് വിളിക്കാം. പ്രൈം കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? പ്രൈം കോസ്റ്റ് ഈസ് ദി ടോട്ടൽ ഓഫ് ഡയറക്റ്റ് കോസ്റ്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസ്. ഈ ഡയറക്റ്റ് കോസ്റ്റുകളൊക്കെ മൊത്തത്തിലാണ് നമ്മൾ എന്ത് വിളിച്ചുകൊണ്ടിരുന്നത്? പ്രൈം കോസ്റ്റ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ആ പ്രൈം കോസ്റ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാ കോസ്റ്റുകളെയും നമുക്ക് എന്ത് പറയാം? ഓവർ ഹെഡ്സ് എന്ന് പറയാം. ഓവർ ഹെഡ്സിനെ ഓൺ കോസ്റ്റ് അല്ലെങ്കിൽ ബേർഡൻ കോസ്റ്റ് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി കോസ്റ്റ് അല്ലെങ്കിൽ നോൺ പ്രൊഡക്റ്റീവ് കോസ്റ്റ് എന്നിങ്ങനെയുള്ള നെയിംസിലൊക്കെ ഓവർ ഹെഡ്സിനെ അറിയപ്പെടാറുണ്ട്. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് ഓവർ ഹെഡ്. എന്തൊക്കെയായിരിക്കും ഓവർ ഹെഡിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ എന്താ? ഓവർ ഹെഡ്സ് ആർ ഇൻഡയറക്റ്റ് കോസ്റ്റ്. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്ത്? ഓവർ ഹെഡ്സ് എന്ന് പറയുന്നതൊക്കെ ഇൻഡയറക്റ്റ് കോസ്റ്റുകളായിരിക്കും. ദേ കനോട്ട് ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എനി പെർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. ഇത് ഒരു പെർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്ററോ അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റ് ആയിട്ടോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ദേ ആർ ദി ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് വേജസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇതിൻ്റെ മീനിങ് തന്നെയാണ് ഇത് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണ്, ഇൻഡയറക്റ്റ് വേജസ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ദേ ആർ അപ്പോർഷൻഡ് ആൻഡ് ചാർജ് ടു ഡിഫറൻറ്റ് കോസ്റ്റ് സെൻറ്റേഴ്സ് ആൻഡ് കോസ്റ്റ് യൂണിറ്റ്സ്. ഇത് ഓവർ ഹെഡ്സ് അപ്പോർഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതിലായിരിക്കും? ഡിഫറൻറ്റ് കോസ്റ്റ് സെൻറ്റേഴ്സിലായിരിക്കും അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റ്സിലായിരിക്കും. ചാർജ് ടു കോസ്റ്റ് യൂണിറ്റ്സ് ഓൺ എസ്റ്റിമേറ്റഡ് ബേസിസ്. ഒരു എസ്റ്റിമേറ്റഡ് ബേസിസിലായിരിക്കും എന്ത് ചാർജ് ചെയ്യുക? കോസ്റ്റ് യൂണിറ്റ്സ് ചാർജ് ചെയ്യുക. നെക്സ്റ്റ്, ഓവർ ഹെഡ് അക്കൗണ്ടിങ്. ഓവർ ഹെഡ് എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ് എന്ത്? ഓവർ ഹെഡ് കനോട്ട് ബി ഡയറക്റ്റ്ലി ചാർജ് ടു എനി കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. ഓവർ ഹെഡ് എന്ന് പറയുന്നത് ഒരു കോസ്റ്റ് സെൻറ്ററായിട്ട് കോസ്റ്റ് യൂണിറ്റായിട്ട് ഡയറക്റ്റ്ലി ചാർജ് ചെയ്യാൻ പറ്റാത്തതാണ്. ഓവർ ഹെഡ് എക്സ്പെൻസ് ഒക്കെ അപ്പോർഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വേരിയസ് കോസ്റ്റ് സെൻറ്റേഴ്സ് ഓർ കോസ്റ്റ് യൂണിറ്റ്സിലാണ്. അതൊരിക്കലും ഡയറക്റ്റ്ലി ചാർജ് ചെയ്യുന്നതല്ല. അവർ സെപ്പറേറ്റ് ആയിട്ട് അപ്പോർഷൻ ചെയ്തിട്ടാണ് ഓവർ ഹെഡ് എക്സ്പെൻസസ് ചാർജ് ചെയ്യുക. ഓവർ ഹെഡ് അക്കൗണ്ടിങ് ഈസ് ദ സിസ്റ്റം ഫോളോഡ് ഫോർ ലിങ്കിങ് ഓവർ ഹെഡ് എക്സ്പെൻസ് ടു ദി കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് ഔട്ട്പുട്ട്. അതായത് ഓവർ ഹെഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഫോളോ ചെയ്യുന്നത്? ഒരു ഫിനിഷ്ഡ് ഔട്ട്പുട്ട് ആകുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റും ഓവർ ഹെഡ് എക്സ്പെൻസുമായിട്ട് ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഫിനിഷ്ഡ് ഔട്ട്പുട്ടായി മാറുമ്പോൾ അവിടെ എത്ര ഓവർ ഹെഡ് എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇത് ഓവർ ഹെഡ് അക്കൗണ്ടിങ്. അത് ഡയറക്റ്റായിട്ട് ഒരിക്കലും ചാർജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അത് അപ്പോർഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഓവർ ഹെഡ് അക്കൗണ്ടിങ്. ഓവർ ഹെഡ് അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്സാണ് ഫോളോ ചെയ്യേണ്ടത് എന്നാണ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓവർ ഹെഡ്സ്. ഓവർ ഹെഡ്സിനെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ ഓവർ ഹെഡ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. അത് 3 ടൈപ്പായിട്ടാണ് പറയുന്നത്. എലിമെൻ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഫങ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ബിഹേവിയറൽ വൈസ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റിലത്തെ എലിമെൻ്റ് വൈസ് ക്ലാസിഫിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എലിമെൻ്റ് വൈസ് ക്ലാസിഫിക്കേഷനിൽ ഓവർ ഹെഡ്സിനെ 3 ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഫസ്റ്റ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്താ? വിച്ച് കനോട്ട് ബി ഡയറക്റ്റ്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് എനി പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർ ജോബ്. അതായത് മെറ്റീരിയലിനെ ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണെന്ന് പറയും. ഒരു പ്രൊഡക്റ്റിൻ്റെ മെറ്റീരിയലിനെ നമുക്ക് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണെന്ന് പറയാം. എക്സാമ്പിളായിട്ട് കൺസ്യൂമബിൾ സ്റ്റോർസ്, കോട്ടൺ വേസ്റ്റ്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, റിപ്പയർ മെറ്റീരിയൽസ്. നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ നമ്മൾ എന്ത് പറയും? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണെന്ന് പറയും. ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് റിപ്പയർ മെറ്റീരിയൽസ് വാങ്ങി അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ വാങ്ങി അല്ലെങ്കിൽ കോട്ടൺ വേസ്റ്റ് വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക്
ഡയറക്റ്റായിട്ട് എന്ത് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ് അത് വാങ്ങിയത് എന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയാൻ കാരണം ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണെന്ന് പറയാൻ കാരണം. നമ്മൾ ആ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ വാങ്ങിയെന്നുമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ഏത് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത് എന്നുള്ള നമുക്ക് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ കണ്ടീഷനിലാണ് നമ്മൾ എന്ത് പറയുക അത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണെന്ന് പറയാം. നേരെ മറിച്ച് ഒരു ചെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തടി വാങ്ങി അല്ലെങ്കിൽ വുഡ്സ് വാങ്ങി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ തടി കൊണ്ട് എന്തെങ്കിലും ഫർണിച്ചറായി ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനത്തെയാണ് ഇത് ഡയറക്റ്റ് മെറ്റീരിയൽ. ഇവിടെ എന്താ പറയുന്നത് ഇൻഡയറക്റ്റ് ആണ്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണെന്ന് പറയും. നെക്സ്റ്റ് ഇൻഡയറക്റ്റ് ലേബർ. ഒരു ടൈലറിങ് കമ്പനിയാണ്, ഒരു ഷർട്ട് ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ അവിടുത്തെ ടൈലർ എന്ന് പറയുന്ന ആരാണ്? ടൈലർ എന്ന് പറയുന്നത് ആ പ്രൊഡക്ഷനായിട്ട് ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളാണ്. ആ ടൈലർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അയാൾ ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളാണ്. നേരെ മറിച്ച് അവിടെ ഒരു ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്. ആ ക്ലീനിങ് സ്റ്റാഫിൻ്റെ സാലറി കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഏത് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഏത് പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതാണ് നമ്മൾ എന്ത് പറയുക ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് എന്ന് പറയാം. എക്സാമ്പിളായിട്ട് സാലറി ഓഫ് സൂപ്പർവൈസർ, സ്റ്റോർ കീപ്പർ, ക്ലീനിങ് സ്റ്റാഫ്, ടൈം കീപ്പർ ഇവരൊക്കെ എന്തിലാണ് പെടുക? ഇൻഡയറക്റ്റ് ലേബറാണ്. നമുക്ക് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതേപോലെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത എല്ലാ എക്സ്പെൻസുകളെയും എന്ത് പറയാം? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്ന് പറയാം. റെൻറ്റ് വരാം, ലൈറ്റിംഗ് ഇൻഷുറൻസ് വരാം, ടെലിഫോൺ ചാർജസ് വരാം. ഇതൊന്നും നമുക്ക് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഇത് ഫങ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷൻ. ഫങ്ഷൻ വൈസ് ക്ലാസിഫിക്കേഷൻ ഓവർ ഹെഡ്സിനെ എത്ര ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? 4 ടൈപ്പായിട്ട്. പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഒരു കമ്പനിയിലെ മെയിനായിട്ടുണ്ടാകുന്ന ഫങ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്ത ഓവർ ഹെഡ്സ് ആണ് ഇത് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്ന് വെച്ചാൽ നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്ത് ഫാക്ടറി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓവർ ഹെഡ്സ് ആണ് ഇത് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്. അതായത് മാനുഫാക്ചറിങ് ഓപ്പറേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന ഓവർ ഹെഡ് എക്സ്പെൻസുകളൊക്കെയാണ് ഇത് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സിൽ പെടുക. ഒരു മാനുഫാക്ചറിങ് ഓപ്പറേഷനിൽ ഉണ്ടാകുന്ന എല്ലാ ഇൻഡയറക്റ്റ് മെറ്റീരിയലുകളെയും അല്ലെങ്കിൽ എല്ലാ ഇൻഡയറക്റ്റ് ലേബർ, എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയും മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഇത് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്. എക്സാമ്പിളാണ് ഏതൊക്കെ? ഫാക്ടറി റെൻറ്റ്, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഫാക്ടറി ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, പവർ എക്സെട്ര ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഫാക്ടറി ഓവർ ഹെഡ്സ്. ഇതൊക്കെ ഫാക്ടറി ആയിട്ട് റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഓപ്പറേഷനുമായിട്ട് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയാൻ കാരണം ഫാക്ടറി ഓവർ ഹെഡ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് എന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്. എന്തായിരിക്കും അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്? അഡ്മിനിസ്ട്രേഷൻ ഒരു കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെ എന്താ വിളിക്കാം? നമുക്ക് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആണെന്ന് വിളിക്കാം. ഓഫീസ് സാലറിയാണ്, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാമാണ്, ലീഗൽ എക്സ്പെൻസ് ആണ്, റെൻറ്റ് ഓഫ് ഓഫീസ് ബിൽഡിംഗ്. ഇതൊക്കെ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആണ്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഫങ്ഷൻ വൈസ് ഓവർ ഹെഡ് ക്ലാസിഫിക്കേഷൻ ആണ് ഇത് സെല്ലിംഗ് ഓവർ ഹെഡ്. മാനുഫാക്ചറിങ് ഓപ്പറേഷനിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഡക്റ്റുകൾ ആൾക്കാരിലേക്ക് എത്തിക്കണം, കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ എക്സ്പെൻസുകൾ ഉണ്ടാകുന്നുണ്ടോ അതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? സെല്ലിംഗ് ഓവർ ഹെഡ് ആണെന്ന് പറയാം. ആൾക്കാർക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ആ പ്രോഡക്റ്റിനോട് ഒരു അട്രാക്ഷൻ ഉണ്ടാകണം, കസ്റ്റമേഴ്സിന് ഒരു ഡിമാൻഡ് ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ട് ഉണ്ടാകുന്ന കോസ്റ്റുകളൊക്കെ നമുക്ക് എന്ത് പറയാം? സെല്ലിംഗ് ഓവർ ഹെഡ് ആണെന്ന് പറയാം. സെല്ലിംഗ് ഓവർ ഹെഡിൽ വരുന്ന എക്സാമ്പിളാണ് ഏതൊക്കെ? സെയിൽസ് മാനേജർക്ക് അല്ലെങ്കിൽ സ്റ്റാഫിന് സാലറി കൊടുക്കുകയാണ്, ട്രാവലിംഗ് എക്സ്പെൻസ് ഉണ്ട്, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, പബ്ലിസിറ്റി ഉണ്ട്, കോസ്റ്റ് ഓഫ് സാമ്പിൾസ് ആൻഡ് ഫ്രീ ഗിഫ്റ്റ് ഉണ്ട്. ഇതൊക്കെ എന്താ? സെല്ലിംഗ് ഓവർ ഹെഡ്സിൻ്റെ എക്സാമ്പിളാണ്. ആൾക്കാരിൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റിനോട് ഒരു ഡിമാൻഡ് ഉണ്ടായിരിക്കുകയാണ്. അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റിനോട് ഒരു അട്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ സെല്ലിംഗായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റുമായിട്ട് അട്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എല്ലാ എക്സ്പെൻസുകളെയും നമുക്ക് എന്ത് പറയാം? സെല്ലിംഗ് ഓവർ ഹെഡ്സിൽ പെടുത്താം. അടുത്ത ടൈപ്പ് ഓഫ് ഓവർ ഹെഡ് ആണ് ഇത് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. നമ്മൾ മാനുഫാക്ചർ ചെയ്ത് വെച്ച പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുണ്ടാകുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെ നമുക്ക് എന്താ പറയാം? ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ആണെന്ന് പറയാം. ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ചിലവാകുന്ന എക്സ്പെൻസുകളാണ് ഇത് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്.
നമ്മൾ മാനുഫാക്ചർ ചെയ്ത് വെച്ചിട്ടുള്ള പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സിൻ്റെ ഹാൻഡ്സിൽ അല്ലെങ്കിൽ കൈകളിലേക്ക് എത്തിക്കണം. അങ്ങനെ എത്തിക്കുമ്പോൾ ഡെലിവറി ചെയ്യുമ്പോൾ കുറേ ചിലവുകൾ ഉണ്ടാവും. ആ ചിലവുകളൊക്കെ നമുക്ക് എന്ത് പറയാം, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡാണെന്ന് പറയാം. അതിൽ പെടുന്നതാണ് പാക്കിംഗ് എക്സ്പെൻസ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡാണ്. വെയർഹൗസിങ് എക്സ്പെൻസ്, ട്രാൻസ്പോർട്ട് ചാർജസ്, എക്സ്പെൻസസ് ഓഫ് ഡെലിവറി വാൻ, ഇതൊക്കെ ഏതിൽ പെടുന്നതാണ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിൽ പെടുന്നതാണ്. ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ചിലവായിട്ടുള്ള എക്സ്പെൻസുകളാണ് ഏതൊക്കെ, ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ. അതിനൊക്കെ നമുക്ക് ഏത് ഗ്രൂപ്പ് പെടുത്താൻ, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡാണെന്ന് പറയാം. ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ചിലവായിട്ടുള്ള എക്സ്പെൻസസ്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് ഇത് ബിഹേവിയർ വൈസ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ എലമെൻ്റ് വൈസ് പറഞ്ഞു, ഫങ്ഷൻ വൈസ് പറഞ്ഞു. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ഇത് ബിഹേവിയർ വൈസ് ക്ലാസിഫിക്കേഷൻ. ആ ബിഹേവിയർ വൈസ് ക്ലാസിഫിക്കേഷൻ 3 ടൈപ്പായിട്ടാണ് ഓവർഹെഡിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫിക്സഡ് ഓവർഹെഡ്, വേരിയബിൾ ഓവർഹെഡ്, സെമി വേരിയബിൾ ഓവർഹെഡ്. എന്താണ് ഫിക്സഡ് ഓവർഹെഡ്? ഫിക്സഡ് ഓവർഹെഡ് എന്ന് വെച്ചാൽ എത്ര വോളിയം ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്താലും അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്താലും അവിടെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. റിമെയിൻസ് അൺചേഞ്ച്ഡ് ആയിരിക്കും, ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അവിടെ ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു ഗിവൺ റേഞ്ച് വരെ എല്ലാ ലെവൽസ് ഓഫ് പ്രൊഡക്ഷനിലും ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ ഗിവൺ റേഞ്ചിന് അപ്പുറത്തേക്ക് പോയി കഴിയുകയാണെങ്കിൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതോറും ഫിക്സഡ് ഓവർഹെഡ് പെർ യൂണിറ്റ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ എക്സാമ്പിൾ? റെൻറ്റ് ഓഫ് ബിൽഡിംഗ്, സാലറി ഓഫ് ജനറൽ മാനേജർ, ഇൻഷുറൻസ് എക്സെട്ര. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും ചെയ്താലും ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് കൊടുക്കണം. അതേപോലെ ജനറൽ മാനേജർ ഉണ്ടെങ്കിൽ അവരുടെ സാലറി കൊടുക്കണം. ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കൊടുക്കണം. അത് നമ്മൾ പ്രൊഡക്ഷൻ നടന്നാലും നടന്നില്ലെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അത് റിമെയിൻ ഫിക്സ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് ടൈപ്പാണ് ഇത് വേരിയബിൾ ഓവർഹെഡ്. ഫിക്സ്ഡ് ഓവർഹെഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വേരിയബിൾ ഓവർഹെഡ്. വോളിയം ഓഫ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് ഓവർഹെഡിലും ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും, ഓവർഹെഡ് മാറിക്കൊണ്ടിരിക്കും. വോളിയം ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്തും മാറിക്കൊണ്ടിരിക്കും, ഓവർഹെഡും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ എക്സാമ്പിളൊക്കെയാണ് ഏതൊക്കെ? ഫ്യൂവൽ ആൻഡ് പവർ, ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ്, പാക്കിംഗ് ചാർജസ്. ഇതൊക്കെ എന്താണ്, വേരിയബിൾ ഓവർഹെഡാണ്. ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ച് ഓവർഹെഡിലും മാറ്റം സംഭവിക്കുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് പറയാം, വേരിയബിൾ ഓവർഹെഡാണ്. നെക്സ്റ്റ് സെമി വേരിയബിൾ ഓവർഹെഡ്. ഫിക്സ്ഡ് ഓവർഹെഡിൻ്റെ വേരിയബിൾ ഓവർഹെഡിൻ്റെ പാർട്ടായിരിക്കും ഇത്, കോമ്പിനേഷൻ ആയിരിക്കും ഇത് സെമി വേരിയബിൾ ഓവർഹെഡ്. പകുതി ഫിക്സ്ഡ് ഓവർഹെഡ് ആയിരിക്കും, പകുതി വേരിയബിൾ ഓവർഹെഡ് ആയിരിക്കും. അങ്ങനത്തെ ഓവർഹെഡിനെയാണ് നമ്മൾ എന്താ പറയുക, സെമി വേരിയബിൾ ഓവർഹെഡ്. പാർട്ട്ലി ഫിക്സ്ഡ് ഓവർഹെഡും പാർട്ട്ലി വേരിയബിൾ ഓവർഹെഡും. എക്സാമ്പിൾ ടെലിഫോൺ ചാർജസ്, റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്, സാലറീസ് ഓഫ് സൂപ്പർവൈസർ. ഇതൊക്കെ എന്താണ്, ഒരു സെമി വേരിയബിൾ ഓവർഹെഡാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഓഫ് ഓവർഹെഡ് അക്കൗണ്ടിങ് ആണ് ഇത് കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ഓവർഹെഡ്. ഓവർഹെഡിന് കുറേ ഓവർഹെഡ് ടൈപ്സ് ഉണ്ടാവും. അതിനൊക്കെ നമ്മളൊരു ഗ്രൂപ്പാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഹെഡിങ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു അക്കൗണ്ട് ഹെഡിങ് ആക്കി മാറ്റിയിട്ട് അതിനെ കോഡ് നമ്പേഴ്സ് അലോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും, കോഡിഫിക്കേഷൻ എന്ന് പറയാം. ആ ഓവർഹെഡ് എക്സ്പെൻസുകളൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുക, കളക്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയുക. ഒരു ഗ്രൂപ്പിംഗ് ഓഫ് ഓവർഹെഡ്സിൽ വേരിയസ് അക്കൗണ്ട് ഹെഡിങ് ആക്കി മാറ്റിയിട്ട് അതിനെ കോഡ് നമ്പേഴ്സ് അലോട്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്രോസസ്സിന് കോഡിഫിക്കേഷൻ എന്നും, ആ വേരിയസ് ഓവർഹെഡ് എക്സ്പെൻസുകളെ കളക്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും, കളക്ഷൻ ഓഫ് ഓവർഹെഡ്സ് എന്ന് പറയും. ഫാക്ടറി ഓവർഹെഡിന് കോഡ് നമ്പേഴ്സ് അസൈൻ ചെയ്യുകയാണെങ്കിൽ ആ നമ്പേഴ്സിന് എന്ത് പറയും, സ്റ്റാൻഡിങ് ഓർഡർ നമ്പേഴ്സ് എന്ന് പറയും. അതേപോലെ അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിൽ കോഡ് നമ്പേഴ്സ് അസൈൻ ചെയ്യുകയാണെങ്കിൽ അതിന് ആ നമ്പറിന് എന്ത് പറയും, കോസ്റ്റ് അക്കൗണ്ട് നമ്പേഴ്സ് എന്ന് പറയും. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഇത് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ്. നമ്മളെ ഓവർഹെഡ് കുറേ ഓവർഹെഡ് എക്സ്പെൻസുകൾ ഉണ്ടാവും. ആ ഓവർഹെഡ് എക്സ്പെൻസുകളൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും, ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ്, അല്ലെങ്കിൽ അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട് ഓവർഹെഡ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ്, അല്ലെങ്കിൽ അലോക്കേഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറയാം. ഇവിടെ 2 ഡിപ്പാർട്ട്മെൻറ്റ് ആണ് ഉണ്ടാവുക. ഒന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ ആക്ച്വൽ മാനുഫാക്ചറിങ് ഓപ്പറേഷൻ മാത്രം നടക്കുന്ന സ്ഥലമാണ് ഇത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ മാത്രം നടക്കുന്ന
ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്തായിരിക്കും അവിടെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഓപ്പറേഷനൊന്നും നടക്കില്ല. നേരെ മറിച്ച് അവിടെ സർവീസുകളായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുക. അത്തരം ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉണ്ടായിട്ടുള്ള ഓവർ ഹെഡ്സ് പരസ്പരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് ശരിക്കും പറയാം ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയാം. നെക്സ്റ്റ് അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ്സ് ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ്സ്. അലോക്കേഷൻ എന്ന് വെച്ചാൽ ഒരു ഓവർ ഹെഡ് ഐറ്റത്തിൻ്റെ ഹോൾ എമൗണ്ട് മൊത്തം എമൗണ്ടും ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് സെൻറ്ററിലേക്ക് ചാർജ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുക അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ് എന്ന് പറയാം. അപ്പോർഷൻമെൻറ്റ് എന്ന് വെച്ചാൽ ഒരു ഓവർ ഹെഡ് ഐറ്റത്തിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യാണ് ഒരു സെവറൽ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് ഒരു സ്യൂട്ടബിൾ ബേസിസിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറയുക അതിന് അപ്പോർഷൻമെൻറ്റ് എന്ന് പറയാം. അലോക്കേഷൻ എന്ന് വെച്ചാൽ ഹോൾ എമൗണ്ടും ഓവർ ഹെഡ് ഐറ്റത്തിൻ്റെ ഹോൾ എമൗണ്ടും പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചാർജ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇത് അലോക്കേഷൻ ഓഫ് ഓവർ ഹെഡ്. നേരെ മറിച്ച് അപ്പോർഷൻമെൻറ്റ് എന്ന് വെച്ചാൽ ഒരു സ്യൂട്ടബിൾ ബേസ് അല്ലെങ്കിൽ ഒരു റേഷ്യോ വെച്ചിട്ട് ഓവർ ഹെഡിനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും. ആ പ്രോസസ്സിനെയാണ് എന്ന് പറയുക അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡിലെ ഒരു ബേസിസ് ഉണ്ടായിരിക്കും. ഒരു ഓവർ ഹെഡ് ഐറ്റം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഒരു ബേസ് ഉണ്ടായിരിക്കും. അസറ്റിൻ്റെ ഡിപ്രിസിയേഷൻ ആണെങ്കിൽ അവിടെ അസറ്റ് വാല്യൂ ആയിരിക്കും അവിടുത്തെ ബേസ്. അതേപോലെ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് അസറ്റ് ആണെങ്കിൽ അവിടെ അതിൻ്റെ ബേസ് എന്ന് പറയുന്ന അസറ്റ് വാല്യൂ ആയിരിക്കും. അതേപോലെ റെൻ്റ് ആൻഡ് റേറ്റ്സ് ആണെങ്കിൽ അവിടെ ഫ്ലോർ ഏരിയ ആയിരിക്കും അവിടുത്തെ ബേസ് എന്ന് പറയുന്നത്. ആ ബേസ് വെച്ചിട്ടാണ് സ്യൂട്ടബിൾ ബേസിസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് സെവറൽ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് ഓവർ ഹെഡ് ഐറ്റം ചാർജ് ചെയ്യുന്നത്. ആ മെത്തേഡാണ് ആ പ്രോസസ്സാണ് ഇത് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ്സ്. നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അലോക്കേഷൻ ആൻഡ് കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ്സ്. എന്തൊക്കെയായിരിക്കും ഓവർ ഹെഡ് അപ്പോർഷനും ഓവർ ഹെഡ് അലോക്കേഷനും തമ്മിലുള്ള ഡിഫറൻസ്. അലോക്കേഷൻ എന്താണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞാണ് എന്താണ് ഡീൽസ് വിത്ത് ദി അലോട്ട്മെൻറ്റ് ഓഫ് ഹോൾ ഐറ്റംസ് ഓഫ് കോസ്റ്റ്. ഹോൾ ഓവർ ഹെഡാണ് അലോക്കേറ്റ് ചെയ്യുക. മറ്റേതെന്ന് വെച്ചാൽ പ്രൊപ്പോർഷൻ ആയിരിക്കും. കോസ്റ്റ് അലോക്കേഷൻ എന്ന് വെച്ചാൽ ഒരു ഡയറക്റ്റ് പ്രോസസ്സാണ്. കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് എന്ന് വെച്ചാൽ ഒരു ഇൻഡയറക്റ്റ് പ്രോസസ്സാണ്. കോസ്റ്റ് അലോക്കേഷനിലൊരു ബേസിൻ്റെ ആവശ്യമില്ല, പക്ഷേ കോസ്റ്റ് അപ്പോർഷൻമെൻറ്റിൽ ഒരു സ്യൂട്ടബിൾ ബേസിസിൻ്റെ ആവശ്യമുണ്ട്. അതേപോലെ കോസ്റ്റ് അലോക്കേഷൻ എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ പ്രോസസ്സാണ്. അപ്പോർഷൻമെൻറ്റ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. കോസ്റ്റ് അലോക്കേഷൻ ആക്യുറേറ്റ് ആണ്. കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് അപ്രോക്സിമേറ്റ് ആണ്.